ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ ക്രാഫ്റ്റ് വർക്കിന് വേണ്ടിയിട്ട് നമ്മൾ വാളമര സീഡ്സ് ആണ് എടുത്തിട്ടുള്ളത്. ഇത് വെച്ച് ഇതിന് മുൻപും നമ്മൾ ക്രാഫ്റ്റ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ 3 ക്രാഫ്റ്റ് വർക്കുകളാണ് ഇത് വെച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ക്രാഫ്റ്റ് വർക്കിന് വേണ്ടി നമ്മൾ ചെറിയൊരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മളൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളിതിൽ ഗ്രീൻ കളർ പെയിൻറ്റും യെല്ലോ കളർ പെയിൻറ്റും കൂടെയാണ് കൊടുത്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന ചെറിയ കാർഡ്ബോർഡ് പീസിൽ ഇതുപോലെയാണ് നമ്മൾ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമ്മളിതൊരു ബ്ലാക്ക് കളർ പെയിൻറ്റ് ഉപയോഗിച്ച് മരച്ചില്ല പോലെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് പെയിൻറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ അതിൽ ഇലകൾ കൂടെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഗ്രീൻ കളർ പെയിൻറ്റ് വെച്ച് ഇതുപോലെ അതിൽ ഇലകളൊക്കെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നീട് നമ്മളിവിടെ സീഡ്സ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി അതിലേക്കൊന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പം നമ്മൾ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുള്ള മരച്ചില്ലയിൽ പക്ഷികൾ ഇരിക്കുന്നത് പോലെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുതേ. 3 എണ്ണമാണ് നമ്മളതിൽ ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഒട്ടിച്ചെടുത്തതിന് നമുക്കൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ 3 എണ്ണത്തിലും വ്യത്യസ്ത കളറുകളാണ് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിൽ നമ്മൾ ബ്ലൂ കളർ പെയിൻറ്റാണ് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഒട്ടിച്ച് കൊടുത്തിട്ടുള്ള 3 എണ്ണത്തിലും നമ്മൾ ഇതുപോലെ പെയിൻറ്റ് ചെയ്ത് കൊടുത്തു. ഇനി നമ്മളതിൽ ഈ ഒരു പെയിൻറ്റും കൂടെ കൊടുത്തെടുക്കുന്നുണ്ട്. ഇവിടെയായിട്ട് ഇതുപോലെയാണ് നമ്മൾ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ പക്ഷികളുടെ കാലുകൾ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അതും നമ്മൾ ഇതുപോലെ പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ കണ്ണുകൾ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. വൈറ്റ് കളർ പെയിൻറ്റ് ഉപയോഗിച്ച് നമ്മൾ ഇതുപോലെ ഡോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അതൊന്ന് ഉണങ്ങിയതിന് ശേഷം നമുക്ക് ബ്ലാക്ക് കളർ പെയിൻറ്റ് കൊണ്ട് അതിനുള്ളിൽ ഡോട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതുപോലെ തന്നെ നമുക്ക് പിസ്ത ഷെൽസ് വെച്ചും ചെയ്തെടുക്കാം. ഈ ഒരു ഷേപ്പിലുള്ള ഗുളികയുടെ കവറുകൾ വെച്ച് ചെയ്തെടുക്കാം. അതെല്ലാം വെച്ച് ഇതുപോലത്തെ ക്രാഫ്റ്റ് വർക്കുകൾ തന്നെ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് ഇതുപോലത്തെ സീഡ്സ് കിട്ടാത്തവർക്ക് അതെല്ലാം വെച്ച് ചെയ്തെടുക്കാം. അതെല്ലാം നമ്മൾ ചെയ്തെടുക്കുന്ന വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കാണാൻ ഇഷ്ടമുള്ളവരൊന്ന് പോയി കണ്ടു നോക്കണേ. ഇനി നമ്മൾ പക്ഷിയുടെ ചുണ്ടുകളും കൂടെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. യെല്ലോ കളർ കൊടുത്ത പക്ഷിക്ക് നമ്മൾ ഓറഞ്ച് കളർ ചുണ്ടാണ് പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ബ്ലാക്ക് കളർ പെയിൻറ്റ് ഉപയോഗിച്ച് നമ്മളിതിൽ ഔട്ട്ലൈൻ ഒന്ന് വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെയാണ് പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മളിതിൻ്റെ ബാക്കിൽ ഈ കാർഡ്ബോർഡ് പീസ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് ടേബിളിൻ്റെ മുകളിലൊക്കെ വെക്കാം. നമ്മളിതിൽ വാർണിഷും കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. പിന്നീട് നമ്മളിതിന് ചുറ്റും വൈറ്റ് കളർ പെയിൻറ്റ് ഉപയോഗിച്ച് ഇതുപോലെ ഡോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ വളരെ സിമ്പിളായി ചെയ്തെടുത്തിട്ടുള്ള നമ്മുടെ ഒന്നാമത്തെ ക്രാഫ്റ്റ് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ അടുത്ത ക്രാഫ്റ്റ് വർക്കിന് വേണ്ടിയിട്ട് നമ്മളൊരു കുഞ്ഞ് കാർഡ്ബോർഡ് പീസ് എടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ ആദ്യം ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഒരു കാർഡ്ബോർഡ് പീസിൽ നമ്മൾ പെൻഗ്വിൻ പക്ഷികളെയാണ് ഒട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന കാർഡ്ബോർഡ് പീസിൽ ഇതുപോലെയാണ് നമ്മൾ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിൽ നമ്മൾ ഇതുപോലെ ഒരു 3 സീഡ്സ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുള്ള 3 സീഡ്സിനും ആദ്യം നമ്മൾ വൈറ്റ് പെയിൻറ്റ് മുഴുവനായി ഒന്ന് കൊടുത്തെടുക്കുകയാണ്. വൈറ്റ് പെയിൻറ്റ് ഇതിൽ മുഴുവനും കൊടുത്തെടുത്ത് അത് ഉണങ്ങിയതിന് ശേഷം നമുക്കിതിൽ ബ്ലാക്ക് പെയിൻറ്റ് കൊടുത്തെടുക്കണം. അപ്പോൾ ഇനി നമ്മളിതിൽ ബ്ലാക്ക് പെയിൻറ്റ് കൊടുത്തെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ മാക്സിമം ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഒരുപാട് വെറൈറ്റി ക്രാഫ്റ്റ് വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലെ മറ്റ് വീഡിയോസൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കണേ. വീഡിയോസൊക്കെ കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ പറയണം. അപ്പോൾ നമ്മളതിൻ്റെ കാലുകളൊക്കെ പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളതിൻ്റെ ചുണ്ട് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിലും നമ്മൾ ഇതുപോലെ ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ക്രാഫ്റ്റ് വർക്കും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കിൽ നമ്മൾ കാർഡ്ബോർഡ് പീസൊക്കെ ഒട്ടിച്ചു കൊടുത്തു. ഇനി നമ്മുടെ മൂന്നാമത്തെ ക്രാഫ്റ്റ് വർക്കിന് വേണ്ടിയിട്ടും നമ്മളൊരു കുഞ്ഞ് കാർഡ്ബോർഡ് പീസാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ നമ്മൾ മുഴുവനായും യെല്ലോ കളർ പെയിൻ്റ് ഒന്ന് കൊടുത്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളതിൽ നമ്മൾ മരച്ചില്ല പോലെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ള മരച്ചില്ലയിൽ നമുക്ക് ഇലകൾ കൂടെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം. അതും നമ്മൾ ഇതുപോലെ പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ ബ്രൗൺ കളർ പെയിൻ്റാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു കാർഡ്ബോർഡ് പീസിൽ നമ്മൾ സീഡ്സ് വെച്ച് മങ്കിയെയാണ് ഒട്ടിച്ചെടുക്കുന്നത്. ഇതുപോലെയാണ് നമുക്ക് ഒട്ടിച്ചെടുക്കേണ്ടത്. അപ്പോൾ നമ്മളിതിൽ മരച്ചില്ലയിൽ തൂങ്ങിക്കിടക്കുന്നത് പോലെയുള്ള ഒരു കുരങ്ങനെയാണ് ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഇതിനൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അതിൻ്റെ കൈകളും കാലുകളും നമ്മളൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത് അതിൻ്റെ ചെവികളാണ്.
ഇനി നമ്മൾ അതിൻ്റെ ഫേസിൽ ഇതുപോലെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, ക്രാഫ്റ്റൊക്കെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാം നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മൾ കാലിലും കൈകളിലും ആ ഒരു പെയിൻറ്റ് തന്നെ ഇതുപോലെ കൊടുത്തെടുത്തിട്ടുണ്ട്. ചെവിയിലും നമ്മൾ ഇതുപോലെ കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കണ്ണുകളൊക്കെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിന്ന് ചെയ്തെടുത്തിട്ടുള്ള 3 ക്രാഫ്റ്റ് വർക്കുകളിൽ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമായതെന്ന് താഴെ കമൻറ്റ് ബോക്സിൽ പറയണേ. പറ്റുന്നവരൊക്കെ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ ട്രൈ ചെയ്ത് നോക്കണം. വാളമര സീഡ്സ് വെച്ച് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള മറ്റ് ക്രാഫ്റ്റ് വർക്കുകളൊന്ന് പോയി കണ്ടു നോക്കണേ. അതിൻ്റെ വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനി നമ്മൾ അതിൻ്റെ മൂക്കും വായയും കൂടെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നവരുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇപ്പം നമ്മൾ വാളമര സീഡ്സ് വെച്ച് ചെയ്തെടുത്തിട്ടുള്ള നമ്മുടെ അവസാനത്തെ ക്രാഫ്റ്റ് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിൽ വാർണിഷും കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ നല്ലതാണ്. അപ്പോൾ നമ്മളിന്ന് ചെയ്തെടുത്തിട്ടുള്ള ഈ 3 ക്രാഫ്റ്റ് വർക്കുകളും നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ. ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ മാക്സിമം ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഉടൻ തന്നെ ഇതിലും അടിപൊളിയായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി വരാം. ബൈ.